നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നീതി തേടുന്ന ചർച്ച. തിരുവനന്തപുരം ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരം തുടരുന്നതിനിടെ സമരക്കാരുമായി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ച. പ്രതിഷേധം 2 ആഴ്ച പിന്നിട്ട ശേഷമുള്ള സർക്കാർ ഇടപെടൽ പ്രതിപക്ഷ നേതാവിന്റെ കൂടി അഭ്യർത്ഥന മാനിച്ച്. അതേസമയം ലോ അക്കാദമി സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് AIYFന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച്. ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്ന സർക്കാർ 2ാം ഘട്ടത്തിൽ മാനേജ്മെന്റുകളുമായി ചർച്ച നടത്തും. ലോ അക്കാദമിയിൽ സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതി നടത്തുന്ന തെളിവെടുപ്പും പൂർത്തിയായി. റിപ്പോർട്ട് ശനിയാഴ്ച ചേരുന്ന സിൻഡിക്കേറ്റ് യോഗം ചർച്ച ചെയ്യും. മാനേജ്മെന്റിനും പ്രിൻസിപ്പലിനുമെതിരായ ആരോപണം ഇന്റേണൽ മാർക്കിലെ പക്ഷപാതവും ജാതീയ വിവേചനവും. ലക്ഷ്മി നായർ രാജിവെക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ച് വിദ്യാർത്ഥി സംഘടനകൾ. എന്നാൽ രാജിയില്ലെന്നും ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതെന്നും പ്രിൻസിപ്പൽ. സൗഹൃദവും സഹകരണവും. സാമ്പത്തിക നിക്ഷേപ മേഖലകൾക്ക് പുറമെ ഇന്ത്യ UAE ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നു. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഡൽഹിയിലെത്തിയ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന് ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുമായും രാഷ്ട്രപതിയുമായും നഹ്യാന്റെ കൂടിക്കാഴ്ച ഉച്ചയ്ക്ക്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥിയായി എത്തിയ ഷെയ്ഖ് മുഹമ്മദിന്റെ സന്ദർശനത്തിൽ ഒട്ടേറെ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കാൻ ധാരണയാകും. പ്രതിരോധ സുരക്ഷാ മേഖലകളിലേക്ക് ഇന്ത്യ UAE ബന്ധം വികസിപ്പിക്കുന്നതിന് 16 കരാറുകളിൽ നേതാക്കൾ ഒപ്പുവെക്കും. ആഗോള ഭീകരത തുടച്ചു നീക്കുന്നതിൽ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ഇന്ത്യ. ബിസിനസ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്ന നഹ്യാൻ സഹിഷ്ണുതാ സമ്മേളനം, സാംസ്കാരിക സെമിനാർ എന്നിവയിലും പങ്കെടുക്കും. ഇന്നലെ ഡൽഹിയിലെത്തിയ നഹ്യാനെ പ്രധാനമന്ത്രി സ്വീകരിച്ചത് പ്രോട്ടോകോൾ മറികടന്ന് വിമാനത്താവളത്തിൽ നേരിട്ടെത്തി. ക്യാമ്പസിലെ കച്ചവടക്കണ്ണ്. കോട്ടയം മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കണമെന്ന് സാങ്കേതിക സർവകലാശാല. കോളേജ് പ്രവർത്തിക്കുന്നത് മോശം സാഹചര്യത്തിലെന്ന് കണ്ടെത്തൽ. അംഗീകാരം റദ്ദാക്കാനുള്ള ശുപാർശ ക്യാമ്പസിൽ സർവകലാശാല സമിതി നടത്തിയ പരിശോധനകളുടെയും തെളിവെടുപ്പിന്റെയും അടിസ്ഥാനത്തിൽ. കോളേജിന് വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങളില്ല. സ്വാശ്രയ കോളേജുകൾ പ്രവർത്തിക്കാൻ 10 ഏക്കർ സ്ഥലം വേണമെന്നിരിക്കെ 3 നില കെട്ടിടം പ്രവർത്തിക്കുന്നത് വെറും 50 സെന്റിൽ. പ്രിൻസിപ്പാലിന് പോലും സ്വന്തമായി മുറിയില്ലാത്ത കോളേജിൽ ലൈബ്രറി പ്രവർത്തിക്കുന്നത് ആൺകുട്ടികളുടെ ഹോസ്റ്റലിന് അനുബന്ധമായെന്നും റിപ്പോർട്ട്. സാങ്കേതിക സർവകലാശാല രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ കോളേജിൽ തെളിവെടുപ്പ് ആരംഭിച്ചത് മാനേജ്മെന്റിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ. ചെയർമാൻ ടോമിൽ നിന്ന് മോശമായ പെരുമാറ്റവും പദപ്രയോഗവും ഉണ്ടായെന്ന് വിദ്യാർത്ഥികൾ. അതിനിടെ കോളേജ് നടത്തിപ്പിൽ വീഴ്ച പറ്റിയെന്ന കുറ്റസമ്മതവുമായി മാനേജ്മെന്റ്. വീര്യം കൂടുന്ന വിവരാവകാശം. മന്ത്രിസഭാ തീരുമാനങ്ങൾ പരസ്യപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇടതുമുന്നണിയിൽ പോരുമുറുകുന്നു. CPM നിലപാടിനെ വിമർശിച്ച് CPI മുഖപത്രം ലേഖനം എഴുതിയതിനു പിന്നാലെ പ്രസംഗത്തിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് പിണറായിയുടെ മറുപടി. തന്റെ പ്രസംഗത്തെ CPI തെറ്റായി വ്യാഖ്യാനിച്ചു. വിവരാവകാശ ദിനത്തിലെ പ്രസംഗത്തിൽ കേന്ദ്ര മന്ത്രിസഭാ നയങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഉണ്ടായത്. സർക്കാരിന്റെ താൽപര്യം കാര്യങ്ങൾ ശുഭകരമായും സുതാര്യമായും നടക്കണമെന്നാണെന്ന് പിണറായി. അതേസമയം പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിൽ വെള്ളം ചേർക്കുന്ന ഒരു നീക്കവും ഇടതു സർക്കാരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെന്ന് കാനം രാജേന്ദ്രൻ. മന്ത്രിസഭാ തീരുമാനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ഫലപ്രദമായ ബദൽ സംവിധാനങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ അത് ഭരണ നടപടികളുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി. മോദിക്ക് ട്രംപിന്റെ വിളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നേരിട്ടുള്ള ക്ഷണം ഇന്നലെ രാത്രി മോദിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ. ആഗോള പ്രശ്നങ്ങളെ നേരിടുന്നതിൽ ഇന്ത്യ അമേരിക്കയുടെ ഉറ്റ സുഹൃത്തെന്ന് ട്രംപ്. US പ്രസിഡന്റുമായി നടന്നത് ഊഷ്മള സംഭാഷണമെന്ന് മോദിയുടെ ട്വിറ്റർ സന്ദേശം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.